പ്രകൃതിയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് അത്ഭുതം, കരയിലെ വേഗതയുടെ രാജാവ്. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ കാറ്റുപോലെ പായുന്ന ചീറ്റകളെക്കുറിച്ച് നമുക്കറിയാത്ത വിശേഷങ്ങൾ ഏറെയാണ്. പുലിവർഗത്തിൽപ്പെട്ടതാണെങ്കിലും സ്വഭാവത്തിലും ശരീരപ്രകൃതിയിലും ഇവ തികച്ചും വ്യത്യസ്തരാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് വേഗതയുടെ രാജകുമാരനായ ചീത്തയെയാണ്. പുലിവർഗത്തിലെ മറ്റ് ജീവികളിൽ നിന്ന് ചീത്തയെ വ്യത്യസ്തനാക്കുന്നതെന്താണ്? അതിന്റെ ശരീരഘടനയും വേഗതയും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഒരു അത്ലറ്റിന്റെ ശരീരമാണ് ചീത്തയുടേത്. വേഗതയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇവയുടെ ശരീരം വികസിച്ചിരിക്കുന്നത്. ഭാരം കുറഞ്ഞ ശരീരം, ചെറിയ തല, നീളമുള്ള കാലുകൾ, വേഗതയിൽ ഓടുമ്പോൾ ദിശ മാറ്റാൻ സഹായിക്കുന്ന നീളമുള്ള വാല് എന്നിവ ഇവയുടെ പ്രത്യേകതയാണ്. ചീത്തയുടെ കണ്ണുകളിൽ നിന്ന് വായുടെ വശങ്ങളിലേക്ക് നീളുന്ന കറുത്ത വരകൾ വെറുമൊരു ഭംഗിയല്ല. വെയിലത്ത് വേട്ടയാടുമ്പോൾ സൂര്യപ്രകാശം കണ്ണിലേക്ക് അടിക്കുന്നത് തടയാനും കൃത്യമായ ലക്ഷ്യമുറപ്പിക്കാനും ഈ സൺഗ്ലാസ് വരകൾ സഹായിക്കുന്നു. മറ്റ് പൂച്ചവർഗ്ഗങ്ങളെ പോലെ അല്ല ചീത്തകൾ. ഇവയുടെ നഖങ്ങൾ പൂർണ്ണമായും ഉള്ളിലേക്ക് വലിക്കാൻ കഴിയില്ല. ഓടുമ്പോൾ മണ്ണിൽ നല്ല ഗ്രിപ്പ് കിട്ടാൻ ഈ നഖങ്ങൾ സഹായിക്കുന്നു. ഓട്ടത്തിനിടയിൽ പെട്ടെന്ന് ദിശ മാറാൻ ഒരു വഞ്ചിയുടെ ചുക്കാൻ പോലെ ചീത്ത തന്റെ നീളമുള്ള വാൽ ഉപയോഗിക്കുന്നു. പോലെ വളയുന്ന നട്ടെല്ലാണ് വലിയ ചുവടുകൾ വെക്കാൻ സഹായിക്കുന്നത്. വെറും 3 സെക്കൻഡിനുള്ളിൽ ചീറ്റയ്ക്ക് 0 മുതൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും. ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച സ്പോർട്സ് കാറുകളെ പോലും വെല്ലുന്ന വേഗതയാണ്. ഓടുമ്പോൾ ചീറ്റയുടെ നട്ടെല്ല് ഒരു സ്പ്രിംഗ് പോലെ ചുരുങ്ങുകയും നിവരുകയും ചെയ്യുന്നു. ഇത് ഓരോ ചുവടിലും കൂടുതൽ ദൂരം പിന്നിടാൻ സഹായിക്കുന്നു. ഒരു മാംസാഹാരിയായ ചീത്തയുടെ ഭക്ഷണശീലം വളരെ സവിശേഷമാണ്. സാധാരണയായി പകൽ സമയത്താണ് ഇവ വേട്ടയാടുന്നത്. പുൽമേടുകളിലെ വേഗതയേറിയ മാനുകൾ, മുയലുകൾ, കാട്ടുപന്നികൾ എന്നിവയാണ് ചീറ്റകളുടെ പ്രധാന ഭക്ഷണം. തന്റെ കാഴ്ചശക്തി ഉപയോഗിച്ച് ഇരയെ കണ്ടെത്തുന്ന ചീത്ത മിന്നൽ വേഗത്തിലോടി അതിനെ കീഴടക്കുന്നു. എന്നാൽ മറ്റു വലിയ വേട്ടമൃഗങ്ങളെ പോലെ അല്ല ഇവ. പിടിച്ച ഇരയെ വളരെ വേഗത്തിൽ ഭക്ഷിച്ചു തീർക്കാൻ ചീത്തകൾ ശ്രദ്ധിക്കാറുണ്ട്. സിംഹങ്ങളോ ഹൈനകളോ വന്ന് തന്റെ ഭക്ഷണം തട്ടിയെടുക്കാതിരിക്കാനാണ് ചീത്തകൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു തവണ വേട്ടയാടി കഴിഞ്ഞാൽ ഏകദേശം 2 മുതൽ 4 ദിവസം വരെ ഭക്ഷണമില്ലാതെ കഴിയാനും ഇവയ്ക്ക് സാധിക്കും. ചീറ്റകൾക്ക് സിംഹത്തെ പോലെയോ കടുവയെ പോലെയോ അലറാൻ കഴിയില്ല എന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. അവ പൂച്ചകളെ പോലെ മുരളുകയും പക്ഷികളെ പോലെ ശബ്ദമുണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. ചീറ്റകളുടെ വംശവർദ്ധനവ് വളരെ കൗതുകകരമായ ഒന്നാണ്. ഏകദേശം 90 മുതൽ 95 ദിവസം വരെയാണ് ചീറ്റകളുടെ ഗർഭകാലം. ഒരു പ്രസവത്തിൽ സാധാരണയായി 3 മുതൽ 5 വരെ കുഞ്ഞുങ്ങളാണ് ഉണ്ടാകാറുള്ളത്. ജനിക്കുമ്പോൾ വളരെ ചെറിയവരും കാഴ്ചശക്തി ഇല്ലാത്തവരുമായിരിക്കും ഈ കുഞ്ഞുങ്ങൾ. ഇവയുടെ കഴുത്തിന് പിന്നിലായി കാണപ്പെടുന്ന വെള്ളി നിറത്തിലുള്ള രോമങ്ങൾ വലിയ പുല്ലുകൾക്കിടയിൽ ഒളിച്ചിരിക്കാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നു.
ഏകദേശം 1.5 വയസ്സുവരെ അമ്മ ചീത്തയുടെ സംരക്ഷണത്തിലാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. ഈ കാലയളവിലാണ് വേട്ടയാടാനും അതിജീവിക്കാനുമുള്ള പാഠങ്ങൾ അവ പഠിച്ചെടുക്കുന്നത്. കരയിലെ അതിവേഗ രാജാവായ ചീറ്റകളുടെ ആയുസ് അവ ജീവിക്കുന്ന സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. വന്യമായ പ്രകൃതിയിൽ, അതായത് കാടുകളിൽ ജീവിക്കുന്ന ചീറ്റകളുടെ ശരാശരി ആയുസ് 10 മുതൽ 12 വർഷം വരെയാണ്. കഠിനമായ അതിജീവന പോരാട്ടങ്ങളും മറ്റു വലിയ വേട്ടമൃഗങ്ങളുമായുള്ള സംഘർഷങ്ങളുമാണ് കാട്ടിലിവയുടെ ആയുസ് കുറയ്ക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ സംരക്ഷണത്തിലും മൃഗശാലകളിലും കഴിയുന്ന ചീറ്റകൾക്ക് 15 മുതൽ 20 വർഷം വരെ ആയുസ് ലഭിക്കാറുണ്ട്. കാഴ്ചയിൽ ഒരുപോലെ തോന്നിക്കുമെങ്കിലും ചീത്തയും പുള്ളിപ്പുലിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ചീത്തയുടെ മുഖത്ത് കണ്ണുകളിൽ നിന്ന് വായുടെ വശങ്ങളിലേക്ക് നീളുന്ന കറുത്ത കണ്ണീർ വരകൾ കാണാം. എന്നാൽ പുള്ളിപ്പുലിക്ക് ഇത്തരം വരകളില്ല. ഇവയുടെ ശരീരത്തിലെ പുള്ളികളും വ്യത്യസ്തമാണ്. ചീത്തയുടെ ശരീരത്തിൽ കറുത്ത വട്ടത്തിലുള്ള പുള്ളികളാണുള്ളതെങ്കിൽ പുള്ളിപ്പുലിയുടെ ശരീരത്തിൽ റോസാപ്പൂവിന്റെ ആകൃതിയിലുള്ള പാടുകളാണ് കാണപ്പെടുന്നത്. ശരീരപ്രകൃതി നോക്കിയാൽ ചീറ്റകൾ മെലിഞ്ഞതും നീളമുള്ള കാലുകളുള്ളവരുമാണ്. എന്നാൽ പുള്ളിപ്പുലികൾ കൂടുതൽ കരുത്തുരുത്തുറ്റ ശരീരമുള്ളവരും മരങ്ങളിൽ എളുപ്പത്തിൽ കയറാൻ കഴിവുള്ളവരുമാണ്. ചീറ്റകൾ പകൽ സമയത്ത് വേട്ടയാടാൻ ഇഷ്ടപ്പെടുമ്പോൾ പുള്ളിപ്പുലികൾ രാത്രികാലങ്ങളിലാണ് കൂടുതൽ സജീവമാകുന്നത്. ഒരു കാലത്ത് ഇന്ത്യയുടെ പുൽമേടുകളിൽ ചീത്തകൾ ധാരാളമായി ഉണ്ടായിരുന്നു. എന്നാൽ വേട്ടയാടൽ മൂലം 1952 ഇന്ത്യയിൽ ഇവയ്ക്ക് വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടു. പതിറ്റാണ്ടുകൾക്ക് ശേഷം പ്രോജക്ട് ചീറ്റയിലൂടെ ആഫ്രിക്കയിൽ നിന്നും ചീറ്റകളെ വീണ്ടും ഇന്ത്യയിലെത്തിച്ചിരിക്കുകയാണ്. ഇന്ന് ലോകത്താകെ 7000-ഓളം ചീറ്റകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ മനോഹര ജീവിയെ സംരക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്കായി നമ്മുടെ കടമയാണ്. വേഗതയുടെ ഈ വിസ്മയം ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.